ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് സ്ട്രോബെറി പുഡിങ്ങാണേ. അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇത് കാണുന്നത് പോലെ ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ പുഡിങ് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഒരു പാക്കറ്റ് സ്ട്രോബെറി ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രൂട്ട്സാണ് കേട്ടോ. നല്ല ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാടിപ്പഴുത്തതല്ല, നല്ല ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല വിലയും കുറവുണ്ട്. ഇപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത്രയും ഫ്രൂട്ട്സിന് 170 രൂപയാണ്. എല്ലാ കടകളിലും ഇപ്പം കിട്ടും. ഇത് നമ്മുടെ സ്ട്രോബെറിയുടെ സീസണാണ്, അതുകൊണ്ട് എല്ലാ കടകളിലും കിട്ടും. മിൽക്ക് ഷേക്കൊക്കെ തയ്യാറാക്കാൻ അടിപൊളിയാണ് ഈ ഫ്രൂട്ട്സ്. അപ്പം നമ്മളിങ്ങനെ ലാഭത്തിന് കിട്ടുമ്പോഴാണ് ഓരോന്ന് തയ്യാറാക്കാൻ മേടിക്കേണ്ടത്. അപ്പോൾ നമുക്കതെല്ലാം നന്നായി വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യുമ്പോഴേ അറിയാം ഇത് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണെന്ന് കേട്ടോ. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം കട്ട് ചെയ്ത ഫ്രൂട്ട്സ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം 2 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് സ്ട്രോബെറിയുടെ കസ്റ്റാർഡ് പൗഡറാണ്. നല്ല പിങ്ക് കളറിൽ, ലൈറ്റ് പിങ്ക് കളറിലിരിക്കുന്ന ഈ കസ്റ്റാർഡ് പൗഡർ 2 സ്പൂൺ എടുത്ത് നമ്മുടെ ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് കട്ട പിടിക്കാതെ നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കസ്റ്റാർഡ് പെട്ടെന്ന് കുക്കാവും, അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി അടിയിൽ പിടിക്കാതെ അത് കുറുക്കിയെടുക്കണം. അത് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക്, നല്ല കട്ടിയാവേണ്ട, അതിന് മുന്നേ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ ഒരു സ്ട്രോബെറി കൂട്ടുണ്ടല്ലോ, പഞ്ചസാരയും സ്ട്രോബെറിയും കൂടാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോഴിത് ഇപ്പം പാകത്തിന് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സെറ്റാവാൻ വയ്ക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പം നമുക്കത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്കത് നിരത്തിയൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പാത്രത്തിലോട്ട് കമത്തി തട്ടി കൊടുക്കാം. ഇപ്പോൾ അത് നല്ല ജെല്ലി പോലെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ചുമ്മാ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞിട്ട് അതിൻ്റെ അടുത്തുനിന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ടതാണ്. ഇതെല്ലാവരും ചെയ്യണമെന്നില്ല, അവരവരുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനും കാണാനും ഭംഗിയുള്ള ഈ പുഡിങ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.